ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് യെല്ലോ, ബ്ലൂ, ഗ്രീൻ എന്ന് എഴുതിയിരിക്കുന്ന ആ 3 ബട്ടണും ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മുകളിലത്തെ കളർ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലി. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു വേരിയബിൾ വിളിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് വന്ന് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്ലാസ്സിനകത്ത് ഞാനൊരു വേരിയബിൾ വിളിക്കുകയാണ്. വാർ കളർ. ഓക്കെ, കളർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ വിളിച്ചു. ഈ ഒരു കളർ എന്ന് പറയുന്ന വേരിയബിളിന് ഞാനൊരു കളർ കൂടെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കളർ ഈക്വൽ ടു കളേഴ്സ് ഡോട്ട് റെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വാർ കളർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനകത്ത് നമ്മളിപ്പോൾ റെഡ് എന്ന് പറഞ്ഞൊരു കളർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ റെഡ് കളറിനെ ഞാനിവിടെ കോൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ കണ്ടില്ലേ, ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ മുകളിൽ എഴുതിയ ആ ഒരു വേരിയബിളിൻ്റെ പേരാക്കി കൊടുത്തു. ഓക്കെ, വേരിയബിളിൻ്റെ പേരാക്കി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, റിഫ്രഷ് ചെയ്താൽ മതി, റീസ്റ്റാർട്ട് ചെയ്യേണ്ട. റിഫ്രഷ് ചെയ്ത സമയത്തും നമുക്ക് മാറ്റമൊന്നും കാണുന്നില്ല, കളർ ആ ഒരു കളറായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഈ ഒരു ബട്ടണിനകത്ത് വന്നതിന് ശേഷം എനിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, കളർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന കളർ മാറി യെല്ലോ ആവണം, ബ്ലൂ ആവണം, ഗ്രീൻ ആവണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് സെറ്റ് സ്റ്റേറ്റ്. ഓക്കെ, സെറ്റ് സ്റ്റേറ്റിന് ഒരു ഫംഗ്ഷനാണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡാണോ എന്നുള്ളതിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനുമാണ്, ഒരു മെത്തേഡുമാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇതിൻ്റെ സിൻടാക്സിനകത്ത് ഒരു ഫംഗ്ഷനകത്ത് അടുത്തൊരു ഫംഗ്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷനും അതിൻ്റെ ബോഡിയും കൊടുത്തു, സെറ്റ് സ്റ്റേറ്റ്. ഇനി ഈ സെറ്റ് സ്റ്റേറ്റിനകത്ത് കൊടുക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കോൾ ചെയ്ത കളർ എന്ന് പറയുന്ന ആ വേരിയബിളിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, വേറൊരു കളറിലേക്ക് അസൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കളറിലേക്ക് വരണം. അത് ഏത് കളറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കളേഴ്സ് ഡോട്ട് യെല്ലോ കളറായി മാറണം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു കാര്യം തന്നെ നമ്മുടെ ബാക്കിയുള്ള 2 ബട്ടണിലും നടക്കണം. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത ശേഷം നമ്മുടെ രണ്ടാമത്തെ ബട്ടണിനകത്തേക്ക് വന്നു. അതിവിടെ വെച്ച ശേഷം കളേഴ്സ് ഡോട്ട് ഇവിടെ എന്താക്കി, ബ്ലൂ ആക്കി കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ബട്ടണിലേക്ക് വന്നിട്ട് നമുക്കിങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കിയാൽ കേട്ടോ, ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ബട്ടണിലാണ് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടിടത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്തേക്കുന്ന കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ ഇവിടെ ബ്ലൂ ആൻഡ് ഇവിടെ യെല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കളറും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, യെല്ലോ, ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 ബട്ടൺ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ബട്ടണിനകത്ത് ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കളറിലേക്ക് മാറണം. അപ്പോൾ ഞാനിവിടെ യെല്ലോ ക്ലിക്ക് ചെയ്യുകയാണ്. യെല്ലോ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മുടെ കളർ മാറിയിട്ട് എന്തായിട്ടുണ്ട്, യെല്ലോ ആയി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ എന്തായി, ബ്ലൂ ആയി മാറി. വീണ്ടും ഞാൻ ഗ്രീനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഗ്രീനായി മാറി. ഓക്കെ, ഇതിനകത്ത് ഏത് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കളറായിട്ട് മാറും. കാരണം എന്താണ്, നമ്മളിവിടെ യെല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് ജസ്റ്റ് ഇതവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനിവിടെ കളർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആദ്യമേ വിളിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്തെന്നാണ് കളർ കൊടുത്തത്, റെഡ് എന്നായിരുന്നു കളർ കൊടുത്തത്. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴയ രീതിയിലേക്ക് പോയിട്ട് റെഡ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് തന്നെ വരും. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ളത് റെഡാണ്. അതുകൊണ്ട് തന്നെ റെഡ് കളറിലേക്ക് വന്ന് നിൽക്കും നമ്മുടെ ആപ്ലിക്കേഷനകത്ത്. ഓക്കെ, റെഡ് കളറിൽ വന്നു. ഇനി
നമ്മൾ ഓരോ തവണ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആപ്ലിക്കേഷനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റ് മാറണം. അതെന്തായിട്ടാണ് മാറേണ്ടത്? കളർ എന്ന് പറയുന്ന വേരിയബിളിനകത്തിരിക്കുന്ന വാല്യൂ മാറിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ആയിട്ട് മാറണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സ്റ്റേറ്റ്ലെസ്സിനകത്ത് ആ ഒരു വിഡ്ജറ്റ് വരത്തില്ല. കാരണം സ്റ്റേറ്റ്ലെസ്സിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഈ മേളിൽ കാണുന്ന പോലെ ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, അതേപോലെ തന്നെ താഴെ ഒരു കണ്ടെയ്നറും ഇതിനൊക്കെ വിളിച്ച് വെക്കാം എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്കതിനകത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേസമയം നമുക്കൊരു സ്റ്റേറ്റ്ഫുള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് എന്ത് നടക്കണം എന്നുണ്ടെങ്കിലും അത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓരോ ബട്ടണിനകത്തും ഓരോ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. അതിനകത്ത് യെല്ലോ എന്നും ബ്ലൂ എന്നും ഗ്രീൻ എന്നും ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുത്തു. ഇനി എഴുതി കൊടുത്തിട്ട് ഞാനത് റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് വരുന്നത്? ഈ റൺ ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും ഞാൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് മാറിക്കൊണ്ടേയിരുന്നു. യെല്ലോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കളർ എന്ന് പറയുന്ന അതിനകത്തിരിക്കുന്ന വാല്യൂവിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ കൊടുത്തിരിക്കുന്ന കളർ ഏതാണോ ആ ഒരു കളർ അതിനകത്തേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിനകത്ത് ആ ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ കളറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. എവിടെ ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിന് ഇവിടെ വന്നതിന് ശേഷം ഈ കളേഴ്സ് ഡോട്ട് റെഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ജസ്റ്റ് കളർ എന്ന് കൊടുത്താൽ മാത്രം മതി അല്ലേ. കളർ എന്ന് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് പോവുകയും അവിടെ നിന്നിട്ട് യെല്ലോ കൊടുക്കുമ്പോൾ യെല്ലോ ആവും, ബ്ലൂ കൊടുക്കുമ്പോൾ ബ്ലൂ ആവും, ഗ്രീൻ കൊടുക്കുന്ന സമയത്ത് ഗ്രീനും ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷനകത്ത് സ്റ്റേറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഉൾപ്പെടെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതുകൂടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമുക്ക് ഒരു കൂട്ടം സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ലിസ്റ്റിന് ഞാൻ എന്തെന്ന് കൊടുക്കാൻ പോകുന്നത്, ടൈറ്റിൽ എന്ന് ഞാനൊരു പേര് കൊടുക്കും. ഓക്കെ, ലിസ്റ്റ് ടൈറ്റിൽ ഈക്വൽ ടു ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലിസ്റ്റായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു ഗ്രീൻ കളർ. ഓക്കെ, ഇങ്ങനെ 3 ടെക്സ്റ്റ് ഞാനിവിടെ കൊടുത്തു. ഈ 3 ടെക്സ്റ്റ് കൊടുത്തിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇനിഷ്യലി ഇവിടെ വന്നതിന് ശേഷം ഈ ടെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന പോർഷനിലെ ഇത്രയും ഭാഗം ഞാനിവിടെ നിന്ന് മാറ്റിയ ശേഷം ഞാനവിടെ ടൈറ്റിൽ എന്നല്ലായിരുന്നു കൊടുത്തിരുന്നത്, ടൈറ്റിൽ ഓഫ്. അതായത് നമ്മൾ എത്രാമത്തെ വാല്യൂവിനെയാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നതെന്നാണ് ഈ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ടൈറ്റിലിനകത്ത് നമുക്കിപ്പോൾ 3 വാല്യൂസാണുള്ളത്. യു ക്ലിക്ക്ഡ് യെല്ലോ, യു ക്ലിക്ക്ഡ് ബ്ലൂ, യു ക്ലിക്ക്ഡ് ഗ്രീൻ, ഇങ്ങനെ 3 വാല്യൂസാണുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ 0 തൊട്ടാണ് നമ്മളെപ്പോഴും ഒരു ലിസ്റ്റിനകത്ത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം യു ക്ലിക്ക്ഡ് യെല്ലോ എന്ന് പറയുന്നത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 0 ആണ്, ടൈറ്റിൽ ഓഫ് 0. അപ്പോൾ നമുക്കവിടെ ടെക്സ്റ്റ് മാറുന്നുണ്ടോ എന്ന് നോക്കാം. യു ക്ലിക്ക്ഡ് യെല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ടൈറ്റിൽ 1 ആക്കി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, യു ക്ലിക്ക് ബ്ലൂ എന്ന് വന്നു. അതേപോലെ തന്നെ യു ക്ലിക്ക് ഗ്രീൻ എന്നും വന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഇവിടെ വിളിക്കുകയാണ്. കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇങ്ങനെ അല്ലാതെയും ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒരു വേരിയബിൾ വിളിച്ചു, വേരിയബിൾ ഇൻഡെക്സ് എന്ന് വിളിച്ചു. ഓക്കെ, ഇൻഡെക്സ് ഈക്വൽ ടു ഇനിഷ്യലി ഞാൻ 0 ആക്കി വെച്ചു. ഓക്കെ, ഇനിഷ്യലി 0 ആക്കി വെച്ചു. അപ്പോൾ 0 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അതിനകത്തേക്ക് ഒരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യണം, കൺഫ്യൂഷൻ വരണ്ടല്ലോ. നൗ ഇറ്റ്സ് റെഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പം മൊത്തത്തിൽ നമുക്ക് 4 എലമെൻ്റ് ഉണ്ട്. അത് ആദ്യത്തെ തന്നെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ 0 കൊടുക്കണം, ബാക്കിയുള്ളതെല്ലാം 1 2 3 എന്നുള്ള രീതിക്ക് വരും. ഓക്കെ, അപ്പോൾ നൗ ഇറ്റ്സ് റെഡ്, യു ക്ലിക്ക്ഡ് ബ്ലൂ, യു ക്ലിക്ക്ഡ് യെല്ലോ, യു ക്ലിക്ക്ഡ് ഗ്രീൻ, അങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അതിനകത്ത് എഴുതി. ഇനി ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ കൊടുക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടൈറ്റിൽ ഓഫ് ഇൻഡെക്സ്. ഓക്കെ, ടൈറ്റിൽ ഓഫ് ഇൻഡെക്സ് എന്ന് ഞാനിവിടെ കൊടുത്തു. ഇപ്പോൾ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന വാല്യൂ ഇപ്പോൾ എത്രയാണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷനകത്ത് വരാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th പൊസിഷനിൽ ഏതാണോ കിടക്കുന്നത് ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്കവിടെ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നൗ ഇറ്റ്സ് റെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ വന്നിട്ടുണ്ട്, റെഡ് കളറുമാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബട്ടണിലും വന്നതിന് ശേഷം ഞാൻ ഇവിടുത്തെ വാല്യൂ ഓരോ ബട്ടണിൽ വന്നതിന് ശേഷം ഇൻഡെക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കളർ എഴുതിയേക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ഇൻഡെക്സ് ഈക്വൽ ടു 1 എന്ന് ആദ്യത്തേൽ കൊടുത്തു, ഇൻഡെക്സ് ഈക്വൽ ടു 2 എന്ന് രണ്ടാമത്തേൽ കൊടുത്തു, അതേപോലെ തന്നെ ഇൻഡെക്സ് ഈക്വൽസ് 3 എന്ന് ലാസ്റ്റിലും കൊടുത്തു. ഇനി ഞാൻ വീണ്ടും അതൊന്ന് റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ യെല്ലോയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ യു ക്ലിക്ക്ഡ് യെല്ലോ കളർ എന്ന് പറയുന്നത് നമുക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, കളർ യെല്ലോ ആയി മാറി. ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ക്ലിക്ക്ഡ് ബ്ലൂ കളർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, കളർ ബ്ലൂ ആയി. അതേപോലെ തന്നെ ഗ്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ക്ലിക്ക്ഡ് ഗ്രീൻ കളർ എന്ന് പറഞ്ഞ് കളറും ഗ്രീനായി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ലെവലിലേക്കും കടക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.